ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാൻ കാർഡ് 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് റീപ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാൻ പോകുന്നു. അതുപോലെ തന്നെ PDF ആയിട്ട് എങ്ങനെ എടുക്കാം, അതുപോലെ തന്നെ പുതിയ 2.0യിലേക്ക് നമുക്ക് എങ്ങനെ നിങ്ങളുടെ നിലവിലുള്ള പാൻ കാർഡ് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ജസ്റ്റ് ഒന്ന് പോവാം. നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഫസ്റ്റിൽ കാണുന്ന സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യാം. ഇവിടെ പാൻ കാർഡ് സർവീസ് പറഞ്ഞിട്ട് കാണും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ പാൻ കാർഡിൻ്റെ ഒരുപാട് സർവീസും കാര്യങ്ങളും അവൈലബിൾ ആണ്. പാൻ കാർഡിൻ്റെ നിങ്ങൾക്ക് എന്താ പറയുക, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇതിൽ മാറ്റാം, ഫോൺ നമ്പർ, ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ട്രാക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി റീപ്രിൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ റീപ്രിൻറ്റ് പാൻ കാർഡ് എന്നില്ല നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റീപ്രിൻറ്റ് പാൻ കാർഡ്, ഇവിടെ നിങ്ങളെ പാൻ കാർഡ് നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ആധാർ കാർഡ് നമ്പർ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ പാൻ കാർഡ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഇമെയിൽ ID ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അതായത് നിങ്ങൾ ഇൻകം ടാക്സിൽ രജിസ്റ്റർ ചെയ്തതല്ല, നിങ്ങളുടെ പാൻ കാർഡ് ആദ്യം എടുക്കുമ്പോൾ കൊടുത്തതാണ്. അത് ഇല്ലവർക്ക് മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റൂ. അത് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ഇമെയിൽ ID ഫോൺ നമ്പറും എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. പാൻ നമ്പർ, ആധാർ കാർഡ്, നിങ്ങളെ മന്ത് ആൻഡ് ഇയർ ഫില്ല് ചെയ്യുക. GST സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ GST നമ്പർ ഫില്ല് ചെയ്യുക. ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്ര കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പാൻ കാർഡ് ഇവിടെ കാണിക്കും, അതുപോലെ തന്നെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് കാണിക്കും, ഇമെയിൽ IDൻ്റെ ലാസ്റ്റ് കാണിക്കും, അഡ്രസ്സും കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ജസ്റ്റ് എടുത്താൽ മതി. 2 ഫോട്ടോയും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ ഇമെയിലിലേക്കാണോ SMS-ലേക്കാണോ രണ്ടിലും OTP ആക്കണോ ചോദിക്കുന്നുണ്ട്. ഞാൻ SMS OTP ഓപ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, ജസ്റ്റ് കൊടുത്തിട്ട് ഗെറ്റ് OTP കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു OTP നിങ്ങളെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച OTP ജസ്റ്റ് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. സബ്മിറ്റ് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കൊരു 50 രൂപ ഇവിടെ ഫീസ് കൊടുക്കാൻ പറയും. അത് നിങ്ങളെ നിലവിലില്ല മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇമെയിൽ ID കൊടുക്കാം. ഇമെയിൽ ID മൊബൈൽ നമ്പർ ഒന്ന് റീചെക്ക് ചെയ്യുക. കാരണം ഈ ഇമെയിൽ IDയിലേക്കായിരിക്കും നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി സെൻഡ് ചെയ്യുന്നത്. കറക്റ്റ് തന്നെയോ നോക്കാം. അതിന് ശേഷം ഇവിടെ ടിക്ക് ചെയ്തിട്ട് കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് QR കോഡ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് QR കോഡ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് അടിച്ചാൽ ഇതുപോലെ QR കോഡ് വരും. വൺസ് നിങ്ങളെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ യുവർ പാൻ കാർഡ് റിസീറ്റ് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ഇതേപോലെ വരും. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ പ്രസ് ചെയ്യുക. ഈ ഒരു റിസീറ്റും പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു പാൻ കാർഡ് ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ പോയാണെങ്കിൽ നമുക്ക് ആ സൈറ്റിൽ പോയാൽ നേരത്തെ സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാൻ കാർഡ് സർവീസ്, ഇവിടെ ട്രാക്ക് പാൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ട്രാക്കിംഗ് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു നമ്പറാണ്. നമ്മളിപ്പോൾ എന്താണ് ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കണ്ടോ, ഇവിടെ ഇല്ലേ, നമ്മൾ റിസീപ്റ്റിലില്ലേ, ഇതാണ് നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാൻ കാർഡ് കൊടുക്കണ്ട. ആപ്ലിക്കേഷൻ നമ്പർ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പാൻ കാർഡ് കൊടുത്താൽ മതി. ഇപ്പോൾ വേണ്ടോ, നമ്മളെ ആപ്ലിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, പാൻ കാർഡ് കറക്റ്റ് വന്നിട്ടുണ്ട്.
യുവർ ആപ്ലിക്കേഷൻ അണ്ടർ പ്രോസസ്സിംഗ് ഉള്ളത്. ഇവിടെ അത് സക്സസ്ഫുള്ളി വെരിഫൈ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാൻ കാർഡ് 2.0 അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 50 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ 2.0യിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് പാൻ കാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.